ഹായ്. ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് കേരളത്തിലെ എന്നല്ല, സൗത്ത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫോറസ്റ്റ് റൂട്ടിൽ കൂടെയാണ് പോകാൻ പോകുന്നത്. യെസ്, ആതിരപ്പള്ളി വാൽപ്പാറ റൂട്ട്. ഞാൻ 3 വർഷം മുമ്പ് ആതിരപ്പള്ളി പോയപ്പം ഈ റൂട്ടിനെ കുറിച്ച് ഞാൻ കുറേ സെർച്ച് ചെയ്തായിരുന്നു. എപ്പോഴും കാട് റൂട്ട് എന്ന് പറയുമ്പം എല്ലാവരും എക്സൈറ്റ് ചെയ്യുന്നതും അഡ്വഞ്ചറസും നിറഞ്ഞതുമായിട്ടുള്ളതാണ്. അപ്പം ഞാൻ ആ റൂട്ടിൽ കൂടെ എന്തായാലും ഞാൻ ബൈക്ക് ഓടിച്ച് പോകുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഫൈനലി ഞാൻ ബൈക്ക് എടുത്തു. അങ്ങനെ എൻ്റെ ഫസ്റ്റ് സോളോ ട്രിപ്പായിട്ട് ഇതങ്ങ് മാറുകയാണ്. നമ്മളെ പ്ലാൻ എന്താണെന്ന് പറയുന്നത്, കൊച്ചിയിൽ നിന്ന് നേരെ ആതിരപ്പള്ളി, അവിടെ നിന്ന് മലക്കപ്പാറ, വാൽപ്പാറ, പൊള്ളാച്ചി, എന്നിട്ട് തിരിച്ച് പാലക്കാട്, തൃശ്ശൂർ വഴി വീണ്ടും കൊച്ചിയിലോട്ട് വരും. ലെറ്റ്സ് സ്റ്റാർട്ട് ദി ജേണി. വർണ്ണ വഴിയിലാണെങ്കിൽ ഒരു നദി ഒഴുകണം ഉണ്ടായിരുന്നേ. കാട്ടിൽ കൂടെ ഏതോ ഒരു നദി പോകുന്നു, പക്ഷേ നല്ല വ്യൂ അതൊന്ന് കാണണമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നതാ. നമുക്ക് നോക്കാം. ആനയൊക്കെ വെള്ളം കുടിക്കാൻ പറഞ്ഞ സ്ഥലമെന്നാണ് തോന്നുന്നത്. പക്ഷേ നല്ല വ്യൂ കേട്ടോ. ഒറ്റ മനുഷ്യരില്ല. ഇത് കുറച്ച് മനുഷ്യരില്ലേ? മനുഷ്യരുണ്ട്. ഇവിടെ മനുഷ്യരുണ്ട് ഗായ്സ്. ഞാൻ വിചാരിച്ച് വല്ല ആനയും വന്ന് വെള്ളം കുടിക്കണതുകൊണ്ട് എന്നെയും കൂടെ ചുരുട്ടി തിന്നുന്നു. ദറ്റ്സ് നോട്ട് ഹാപ്പൻഡ്. ഇത്രയും നേരം ബൈക്ക് ഓടിച്ചിട്ട് ആകെ കണ്ടത് ഒരു 2 വണ്ടി മാത്രമാണ്. വേറെ ഒരു വണ്ടി ഈ റൂട്ടിലൊന്നും ഇതുവരെയും കണ്ടില്ല. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ വഴി അവിടെ സെറ്റ് സ്പോട്ട് ഉണ്ട്. പക്ഷെ അവിടെ ആനപ്പിണ്ടം ഇരിക്കണോണ്ടാണ് അങ്ങോട്ട് പോകാത്തത്. നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ടായിരുന്നു. ആന എന്തായാലും അതിൻ്റെ അടുത്ത് തന്നെ കാണും. അവിടെ കുറച്ച് മാറ്റി നിർത്തിയത്. ഇവിടെ തന്നെ നല്ല അരുവിയുണ്ട്, കാണിച്ചിട്ട് കണ്ടോ. ഞാൻ മൈസൂർ പോയിട്ട് ഇത്രയും ബെസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ളത് അടുത്ത് ഇവിടെയാണ്. അതേ കാട്ടിൽ കൂടെ പോയ വൈബ്. പക്ഷെ അന്ന് ഞാൻ ബസ്സിലാണ് പോയത്. ആ ബസ്സിൽ പോയ കിക്കിൻ്റെ 3-4 കിക്ക് കിട്ടി ഇതിൽ. എൻ്റെ ഫ്രണ്ട്സും കൊളീഗ്സും പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ ആദ്യം നല്ല എക്സൈറ്റിംഗ് ആയിരിക്കും കാട്ടിൽ കൂടെ ഓടിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മടുക്കും. വെറും കാട് മാത്രമാണല്ലോ കണ്ടുകൊണ്ടിരിക്കണേ. ബട്ട് ശരിക്കും അങ്ങനെയല്ല. ഓരോ സ്ഥലവും അത്രയ്ക്ക് അടിപൊളിയാണ്. നമുക്ക് പലയിടത്ത് നിർത്തിയിട്ട് കാണണമെന്ന് തോന്നും. ബട്ട് സേഫ്റ്റി ഇഷ്യൂ കാരണം നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആനിമൽസൊക്കെ എപ്പോൾ വേണോ റോഡിലോട്ട് ഇറങ്ങാം. ആനയും കരടിയും പോത്തും കാട്ടിലുള്ള എന്തൊക്കെ മൃഗങ്ങളുണ്ടോ എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഷോളയാർ ഡാം. നമ്മളിപ്പം കണ്ട ഡാമിൻ്റെ ബാക്ക് സൈഡാണിത്, ഷോളയാർ ഡാം. ഞാൻ ആദ്യമായിട്ട് ഡാമിൻ്റെ ബാക്ക് ഇതേപോലെ ബൈക്കിൽ വന്ന് കാണണേ. കണ്ട ഡാം എങ്ങനെ ഇരിക്കണമെന്ന് ഇതിൽ കാണാം. ഇങ്ങനെയാണ് ഡാം. കൊള്ളാം കേട്ടോ. കണ്ട കോൺക്രീറ്റ് ഇതിൽ സ്ലോപ്പ് പോലെ വന്ന് നടുക്കൊരു കുഴി. അവിടെ വെള്ളം പോണതിൻ്റെ അവിടെ ഒരു കുഴി. ലുക്സ് ഗുഡ്. റിസർവോയർ വെള്ളം എന്തോ ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് പറഞ്ഞത്. അതവിടെ വന്നെങ്കിൽ തങ്ങി കിടക്കണത്. എൻ്റെ ഇങ്ങനെ പോകും. ഇനി നെക്സ്റ്റ് സ്പോട്ട് ആ ഡാമിൻ്റെ അവിടെ നിന്ന് ബാക്കിൽ വരപ്പുള്ള വ്യൂ. എൻ്റെ പൊന്നി എന്താ രസം. ഇതാ റിസർവോയറാണേ. നമ്മളിപ്പോൾ ഇവിടെ നേരെ പോകാൻ പോകുന്നത് മലക്കപ്പാറയാണ്. നമ്മൾ ആതിരപ്പള്ളി ചെക്ക് പോസ്റ്റ് എത്തപ്പോഴത്തേക്കും അവിടെ നിന്നൊരു എൻട്രി പാസ് തരും, ഫ്രീയാ. അത് നമ്മൾ മലക്കപ്പാറ എത്തപ്പോഴത്തേക്ക് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണം. എന്നിട്ട് തിരിച്ചു പോകാൻ നേരത്ത് ഇതേപോലെ ഇവിടെ നിന്ന് പാസ് മേടിച്ചിട്ട് ആതിരപ്പള്ളിയിൽ കൊടുക്കണം. ബട്ട് പ്രോബ്ലം ഈസ് മലക്കപ്പാറ നമ്മൾ 4 മണിക്ക് എത്തണം. അതിന് ശേഷമാണെങ്കിൽ അവർ കയറ്റി വിടത്തില്ല. പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് അതാ ഈ നേരെ കാണുന്ന ഈ മലയിലോട്ട് ഒരു ഡെസേർട്ട് എക്സും പിന്നെ ഒരു കോണ്ടിനെൻ്റൽ ജീറ്റിയും കൂടെ ഓടിച്ച് കയറുന്നതാണ്. കണ്ടപ്പോൾ എനിക്കും പോകണമെന്ന് തോന്നി. പക്ഷേ ഇനി അവരെങ്ങോട്ടാണ് പോകണമെന്ന് അറിയത്തില്ല. മാപ്പിൽ നോക്കിയിട്ടാണെങ്കിൽ പകുതി വഴി വെച്ചിട്ട് റോഡ് എൻഡുവാണ്. പിന്നെ ഹോം സ്റ്റേയിലോട്ടാണോ വേറെ എന്തെങ്കിലും പരിപാടിയാണോ എന്തെങ്കിലും നമുക്കറിയത്തില്ല. ബട്ട് ഇപ്പോൾ ഞാൻ അതിൽ കയറിക്കുന്നു. കാരണം എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങോട്ട് പോകണമെന്നും. ഇപ്പം ഞാൻ കാര്യം മനസ്സിലാക്കുന്നു, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതങ്ങ് ചെയ്യുക. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കുക. പോകാൻ തോന്നിയോ ജസ്റ്റ് ഗോ. ഇത്രയും നേരം പറഞ്ഞ വഴിയെല്ലാം പച്ചപ്പും തേയിലത്തോട്ടങ്ങളെല്ലാമായിരുന്നു. ഇപ്പം ഇവിടെ എത്തിയതിനു ശേഷമാണ് ഒരു വരണ്ട ഒരു വൈബ് ഞാൻ കാണിച്ചുതരാം. അത് തമിഴ്നാട് കോയമ്പത്തൂർ സൈഡാണേ. അങ്ങോട്ട് നമ്മൾ പൊള്ളാച്ചി അങ്ങോട്ടാണ് പോണേ. നമ്മൾ വന്നത് ഈ ഭാഗം, അതുകൊണ്ടാണ് അവിടെ കുറച്ച് ഗ്രീനറി ആയിട്ടിരിക്കുന്നത്. പക്ഷേ ഈ സ്ഥലം ഒടുക്കത്ത് വ്യൂ ആട്ടോ. ഈ ഉണങ്ങിയ മരങ്ങളും ഇതൊക്കെയായിട്ട് ഒടുക്കത്ത് വ്യൂ. ശരിക്കും ഞാൻ വാൽപ്പാറ ലൊക്കേഷൻ ഇട്ടാണേ വന്നേ. പക്ഷെ വാൽപ്പാറ ടൗണാണ്. അവിടെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവിടെ നിന്ന് യു-ടേൺ എടുത്ത് ഇങ്ങോട്ടാണ് വരേണ്ടത്. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ടൈം നോക്കിയപ്പോൾ 12:30. തിരിച്ചു പോകാൻ നേരത്ത് മലക്കപ്പാറ നമ്മൾ 4 മണിക്ക് മുമ്പ് ചെക്കിനാവണം. എങ്കിലേ അവിടെ അവർ കടത്തി വിടുള്ളൂ, അല്ലെങ്കിൽ ഫോറസ്റ്റ് അടയ്ക്കും. അപ്പം ഞാൻ ഈ ആലിയാർ ഡാമും മങ്കി ഫാൾസ് ഈ ബെൻഡ് 40 ഹെയർ പിൻ ബെൻഡൊക്കെ ഉള്ള ഇവിടെയാണ്. അപ്പം ഇവിടെ വരാതെ പോണ മോശമല്ലേ. ഇവിടെ വന്നിട്ട് തിരിച്ചു പോകണമെങ്കിൽ കറക്റ്റ് 4 മണിയാവും. ഒരിടം ബ്രേക്ക് അടിക്കാൻ നേരെ വരുന്നു.
എല്ലായിടവും ഒന്ന് പോകുന്നു, തിരിച്ചതേപോലെ പോകുന്നു, ഓരോ സ്റ്റോപ്പില്ല. അങ്ങനെയാണെങ്കിൽ പറ്റും. ബട്ട് നമുക്കത് പറ്റില്ലല്ലോ, നമുക്കെല്ലാം കാണണ്ടേ, എല്ലാം ആസ്വദിക്കണ്ടേ. സോ ഞാൻ ഈ വഴി തന്നെ പോയിട്ട് ഈ പൊള്ളാച്ചി കൂടെ നമ്മൾ കറങ്ങി തൃശ്ശൂർ വഴി നേരെ കൊച്ചി പോകും. ലെറ്റ്സ് ഗോ. എൻ്റെ മോനെ നെക്സ്റ്റ് വ്യൂ പോയിന്റ് എന്തോന്നിടേ ഇത്, നല്ല നീല കളറിൽ കിടമുണ്ട്. ഈ ചുരം ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ 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 ദോ അതിലെ കൂടെ കറങ്ങി ഇങ്ങനെ കറങ്ങി ദോ അവിടെ പോകണം. കണ്ടിട്ട് ഇത് ആലിയാർ ഡാമാണെന്നാണ് തോന്നുന്നത്. അതിനുള്ള ലുക്കുണ്ട് കേട്ടോ, ഒരു ഡാമാണ്. അപ്പോൾ അതായിരിക്കും ആലിയാർ ഡാം. ഈ സ്ഥലമാണ് നമ്മൾ മോളിൽ നിന്ന് കണ്ടത്. അവിടെ നിന്നാണ് നമ്മളിങ്ങനെ വന്നത്. ചുരം ഇറങ്ങി അവിടെ നിന്ന് കണ്ടപ്പോൾ ഉള്ള ബ്ലൂവും ഗ്രീനും ഉണങ്ങിയ വരേണ്ട സ്ഥലങ്ങളെല്ലാം ഇത്. അതാണ് ഡാം. ഇപ്പോൾ അതിനി കൺഫേം ആയ ഡാമാണ്. നല്ല നീളത്തിനാണ് കെട്ടിയിട്ടിങ്ങനെ. ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഇതോ അവിടെ വരെ ഉണ്ട്. പശുവൊക്കെ നിൽക്കണ നോക്ക്, വൈബ് കേട്ടോ. ഈ പശുക്കൾ അവിടെ നിൽപ്പുണ്ടെങ്കിൽ ഇവിടെ പോകാനും വഴി കാണും. ബട്ട് ഞാൻ ഇവിടെ നോക്കിയിട്ട് കാണില്ല. ചാടി ഇറങ്ങണമെന്നുണ്ട്, പക്ഷേ തമിഴ്നാടല്ലേ, അടിയെങ്ങാനും കിട്ടിയാലോ, അതുകൊണ്ട് ഇറങ്ങാത്ത. ഇവിടെ നിന്ന് ഒരു 24 കിലോമീറ്റർ കൂടെ ഉണ്ട് പൊള്ളാച്ചി. സോ നമ്മളിപ്പോൾ നിൽക്കുന്നത് അലിയാർ ഡാമിലാണ്. ഇവിടെ മാങ്ങ നിൽക്കണ കാണിച്ചു തരാമേ. ഇത് മാവിൻ തോട്ടം. ഇതിൻ്റെ അതിര. ഇതിന് ശേഷം അങ്ങോട്ടെല്ലാം മാങ്ങാളാം. കണ്ടോ, മാങ്ങ മാങ്ങ മാങ്ങ, എല്ലാത്തിലും മാങ്ങ. നമ്മൾ നെക്സ്റ്റ് പോകാൻ പോണത് ഈ ഡാമിൻ്റെ മണ്ടയിലാണ്. എങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ള വ്യൂ കാണാൻ പറ്റും. നമ്മൾ ബൈക്കിലും കൊണ്ടുവന്നാൽ കണ്ടില്ലേ, അതിൻ്റെ മെയിൻ വ്യൂ ആണ് ഇവിടെ നിന്നാണ് കാണാൻ പറ്റുന്നത്. സോ നമുക്ക് വെയിൽ താന്നിട്ട് പോയി. ഇപ്പോഴും പോയി നല്ല വെയിലാണ്. ഇപ്പോൾ സമയം 3:30, ഒരു 4:30 ആകുമ്പോൾ പോവാം. അതുവരെ ഇവിടേക്ക് ഒന്ന് കിടന്ന് ചുറ്റിക്കറങ്ങാം. ആക്ച്വലി ഞാൻ ഒന്നും കഴിക്കണമെന്ന് പറഞ്ഞായിരുന്നേ അമ്മേ. ബട്ട് ഉച്ചയായപ്പോഴത്തേക്കും ഭയങ്കര വിശപ്പ്, കാരണം രാവിലെ ഒന്നും കഴിച്ചില്ല. അങ്ങനെ ഡാമിൻ്റെ ഫ്രണ്ടിൽ എത്തിയപ്പോഴാണെങ്കിൽ ഇവിടെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. അവിടെയാണെങ്കിൽ മൊത്തം മറ്റേ മീനൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്കാം. ഈ ഡാമിൽ നിന്നൊക്കെ പുഴയിൽ നിന്നൊക്കെ പിടിക്കുന്ന മീനാണ്. സോ അതിവിടെ ഫേമസ് ആണെന്ന് തോന്നുന്നു. നല്ല വലിയ മീനുകളാട്ടോ അതെല്ലാം തൂക്കിയിട്ടേക്കണം. അത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് മീൻ കഴിച്ചോളൂ എന്ന് തോന്നി. ബട്ട് ഇവിടുന്ന് കഴിച്ചില്ല. ഞാൻ കുറച്ച് നല്ല റെസ്റ്റോറൻറ്റ് ഏതാണ് തപ്പിയപ്പോൾ അവിടെ അരുൺ മെസ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം എഴുതിയിരിക്കുന്നുണ്ട്. ഗൂഗിളിൽ അത്യാവശ്യം റേറ്റിംഗ് ഉണ്ട്. പിന്നെ നേരെ 1 കിലോമീറ്റർ ഉള്ളൂ. നേരെ അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പം വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചപ്പോഴേ എല്ലാവരും എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, എന്തോ ഒരു ഏലിയനെ പോലെ. സോ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രം എടുത്ത്. ഫുഡ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. 2 കഷ്ണം മീൻ. അവർ ചോദിക്കും 1 കഷ്ണം വേണോ 2 കഷ്ണം വേണോ. അപ്പോൾ ഞാൻ ആദ്യം ഒരെണ്ണം മേടിച്ചു. നല്ല രസമുണ്ട് കേട്ടോ കഴിക്കാൻ. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരെണ്ണം കൂടെ മേടിച്ചു. പിന്നെ ഫിഷ് കറിയിലും മീനുണ്ട്, അത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ഒരു വൈറ്റ് റൈസാണ്. പിന്നെ സാമ്പാർ എന്ന് പറയുമ്പോൾ മറ്റേ പരിപ്പും അതിൽ വെള്ളരിക്ക കരിഞ്ഞിട്ട് ഒരു കറി. പിന്നെ വേറെ ഒന്നുമില്ല, നമ്മളെ പപ്പടം അതൊക്കെ. പിന്നെ മീൻ ഒരെണ്ണത്തിന് 40 രൂപ ഉള്ളൂ കേട്ടോ. പക്ഷെ ഊണി 90 രൂപ. ബട്ട് ഇറ്റ്സ് ഗുഡ്. ഈ സ്റ്റെപ്പ് എല്ലാം കയറി മണ്ടയിൽ പോയാലേ ഡാം കാണാൻ പറ്റും. പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. ഓ ബോയ്, ഇതാണ് കയറി വരുമ്പോൾ ഉള്ള വ്യൂ. ക്യാമറ കാണുന്ന പോലെയല്ല, ക്യാമറ കാണുന്നതിനെക്കാട്ടി നല്ല നല്ല മടങ്ങ് വലുപ്പമുണ്ട്. ഇതൊക്കെ കോട ഇറങ്ങപ്പം ഈ മലയൊക്കെ കാണാൻ ഒടുക്കത്തെ ഭംഗിയായിരിക്കും. ഇവിടെ ഡാമിൽ റിവർ റാഫ്റ്റിംഗ് ഒക്കെ ഉണ്ട്. ഇതാണ് ഈ ഡാമിൽ കയറി വരുന്നതിന് മുമ്പുള്ള പാർക്ക് കേട്ടാ. നമ്മൾ നേരത്തെ അവിടെയാണ് ഇരുന്നത്. നല്ല വ്യൂ ഉണ്ട്. ആക്ച്വലി കുട ഞാൻ എടുത്തത് ഇതിന് മുമ്പത്തെ ദിവസം ഞാൻ റീലൊക്കെ നോക്കിയപ്പം ഇവിടെ ഭയങ്കര മഴയാണ് കോടയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം അത് വരാ. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എടുത്തത്. ബട്ട് ഇവിടെ മൊത്തം വെയിൽ. ഡാം ഒടുക്കത്ത് വലിപ്പം കേട്ടോ. ഞാൻ അവിടെ വെച്ച് പറഞ്ഞില്ലേ അങ്ങറ്റം തൊട്ട് ഇത് ഇങ്ങറ്റം വരെ കിടക്കുകയാണെന്ന്. ഞാൻ വീഡിയോ എടുത്തതോ ഏകദേശം ആ പോസ്റ്റ് കണ്ടോ, ഇതിൻ്റെയൊക്കെ അവിടെയൊക്കെ ആയിട്ടാണ് എടുത്തത്. ഇതും ആ മുകളിലത്തെ ഹെയർ പിന്നും. നമ്മൾ ഈ മല കയറി വന്നേ. ബട്ട് ദിസ് പ്ലേസ് ദിസ് ഈസ് എ വാവ്. ഇവിടെ വരാതെ വരുന്ന ഭയങ്കര നഷ്ടമായിരുന്നു അതിനെ. എന്നാ വ്യൂ ആ. സോ നമ്മൾ ഡാമിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ പൊള്ളാച്ചി, പാലക്കാട്, തൃശ്ശൂർ വഴി കൊച്ചി. ഇത് ഡാമിൽ കൂടെ വരുന്ന വെള്ളമാണേ. ഞാൻ ഇപ്പോൾ ഡാം കാണിച്ചു തരാം. ഇവിടെ ആൾക്കാരൊക്കെ നിന്ന് കുളിക്കുന്നുണ്ട് ആ സൈഡിൽ. ഇവിടെ നാട്ടുകാരെല്ലാം ഈ വെള്ളത്തിലാണ് കുളിക്കുന്നത്. നല്ല പച്ചപ്പുണ്ട് കേട്ടോ. ആണ് ഡാം, ഇതാണ് ഡാം. അതിൻ്റെ മണ്ടയിലാണ് നമ്മൾ നേരത്തെ നിന്ന്. ഇവിടെ എന്തോ ഉത്സവം നടക്കുക കേട്ടോ. എല്ലാവരും ഘോഷയാത്രയായിട്ട് ഇങ്ങോട്ട് പോകാൻ നിൽക്കുക. ഈ നമ്മളെപ്പോലത്തെ പ്ലാസ്റ്റിക് പ്ലോട്ടോ അങ്ങനെയൊന്നുമല്ല. എല്ലാം നല്ല ശരിക്കുള്ള ചെടികളാണ് ഈ ചട്ടിയിലെ മണ്ടയിലൊക്കെ നിൽക്കണം. ചെറിയ ചെറിയ തൈകളും അതെല്ലാം കൂടെ വെച്ചിട്ടാണ്. എന്താ പരിപാടി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അറിയാന്നുള്ളവരാരെങ്കിലും പറ. പക്ഷെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ.
ഞാൻ ശരിക്കും ഇവിടെ ഇതുവരെ വരണ്ടേ, ഇതിന് കുറച്ച് മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ റോഡുണ്ട്, അങ്ങോട്ടാ പോവേണ്ടേ. പക്ഷെ ഞാൻ ഇതൊക്കെ കാണപ്പോൾ എങ്ങനെയാ മിസ് ചെയ്യുന്നേ, അതുകൊണ്ട് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വന്നതാണ് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് മെയിൻ ഹൈലൈറ്റിലോട്ട് വരാം. നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ മാപ്പിൽ ലൊക്കേഷൻ ഇടുന്നത് ബൈക്കിലാണ് പോകണമെങ്കിൽ നമ്മൾ പ്രോബബ്ലി ബൈക്കായിരിക്കും ഇടുന്നത്. ബൈക്കാണ് ലൊക്കേഷൻ ഇട്ട രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നമുക്ക് അറിഞ്ഞൂടാത്ത റോഡിൽ കൂടെ ആയിരിക്കും അവന്മാർ കൊണ്ടുപോകണത്. അത് മറ്റേ മെയിൻ റോഡുമായിട്ട് ഒരു ബന്ധവും കാണത്തില്ല, ഷോർട്ട് കട്ടായിരിക്കും. പക്ഷെ നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ എൻജോയ് ചെയ്ത് അറിയാത്ത ഡിസ്കവർ ചെയ്യാത്ത കുറേ സ്ഥലത്തൂടെയൊക്കെ നമുക്ക് യാത്ര ചെയ്ത് പോകാം. രണ്ട്, എവിടെയെങ്കിലും ചെന്ന് പെടും. ഈ ചിലപ്പോൾ വലിയ ചെറിയ പാലോ കൊള്ള തോടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഉള്ള റോഡൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള റോഡിൽ കൂടെയാണ് ഞാൻ ഇപ്പം പോണത്. ഇപ്പം മെയിൻ റോഡ് അപ്പുറ സൈഡിലാണ്. ഞാൻ ഈ റോഡിൽ കൂടെ പോണത് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ പിന്നെ തിരിച്ച് വളയ്ക്കാത്തത്. എനിക്കാണെങ്കിൽ കാറിൻ്റെ ലൊക്കേഷൻ അടിച്ച് വേറെ വഴി പോകും. സോ ഞാൻ പറയാൻ വന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു പുതിയൊരു സ്ഥലത്ത് പോയിട്ട് അത് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ബൈക്കിൻ്റെ ലൊക്കേഷൻ ഇട്ട് പോകും. പക്ഷേ എന്തെങ്കിലും പണി വരും, പേടിയാ, ഫാമിലി ആയിട്ടൊക്കെയാണ് പോണേ, അഡ്വഞ്ചർ ഇഷ്ടമല്ലെങ്കിൽ നോർമലായിട്ട് പോവുക. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. നമുക്കിനി അടുത്ത ഏതെങ്കിലും ലൊക്കേഷനിൽ പോയിട്ട് കാണാം. ബൈ.